പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാവുകയാണ്. മണിപ്പൂർ സംഘർഷം, വഖഫ് ബിൽ, ഒപ്പം തീരുവ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായെന്ന് ട്രംപ് നടത്തിയ വെളിപ്പെടുത്തലും ഇതൊക്കെ നാളെ ഒരു പക്ഷേ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. രാകേഷ് ചേരും വിവരങ്ങളുമായി. രാകേഷ്, നാളെ തുടങ്ങുകയാണ്. തുടക്കം സംഘർഷത്തിലേക്കാണോ? പ്രക്ഷുബ്ധമാവുമോ നാളെ പാർലമെന്റ്? രണ്ടാം ഘട്ടത്തിനാണ് തുടക്കമാവുന്നത്. ബജറ്റ് സമ്മേളനത്തിന് ആദ്യഘട്ടം അവസാനിച്ചിരുന്നു. നാളെ രണ്ടാം ഘട്ടത്തിനാണ് തുടക്കമാവുന്നത്. ഏതായാലും സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒന്നാം ഘട്ടം, ബജറ്റ് സമ്മേളനത്തിന് ഒന്നാം ഘട്ടത്തിന്റെ അവസാന ദിവസമാണ് ഭേദഗതികളോടെ വഖഫ് ബിൽ വെച്ചിരുന്നത്. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികളൊക്കെ തന്നെ തള്ളിക്കളയുകയും സർക്കാരിന്റെ ഭാഗമായ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു വഖഫ് ബിൽ അന്ന് വെച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ പ്രതിപക്ഷം സാധ്യതയുണ്ട്. മാത്രവുമല്ല, മണിപ്പൂരിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അത് സഭയിലുണ്ടാകും. ഒപ്പം മണിപ്പൂർ ബജറ്റും സഭയിൽ വെച്ചേക്കും. അതിനുള്ള സാധ്യതയാണ് നാളെ കാണുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭാഷാ വിവാദം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ തന്നെ ഭാഷാ വിവാദം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. ഹിന്ദി ബോർഡുകൾ നീക്കിക്കൊണ്ട് വലിയ പ്രതിഷേധം DMK-യുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ MK സ്റ്റാലിൻ തന്നെ ഏറ്റെടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മണ്ഡല പുനർനിർണ്ണയം. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണ്ണയം നിലവിലെ രീതിയിൽ നടക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഒഡീഷയ്ക്കും ബംഗാളിലുമൊക്കെ തന്നെ മണ്ഡലങ്ങൾ കുറയുന്ന സാഹചര്യം വരും. ആ വിഷയത്തിൽ സർവകക്ഷി യോഗമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സ്വാഭാവികമായും ബജറ്റ് സമ്മേളനത്തിൽ ഈ വിഷയം കൂടി ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടവന്നേക്കും ഇത്തവണത്തെ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാകേഷ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഈ തീരുവ കുറയ്ക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായി എന്ന് ട്രംപ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതും വലിയ തരത്തിൽ നാളെ സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന കാരണങ്ങളിൽ ഒന്നാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അല്ലേ രാകേഷ്? അതെ, തീരുവയും ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കും. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. അതായത് തീരുവ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി, ഇന്ത്യ തയ്യാറായി എന്ന വെളിപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് സ്വാഭാവികമായി ബജറ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. സ്വാഭാവികമായും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ ചർച്ച നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ വലിയ രീതിയിൽ ഇത്തരത്തിൽ തീരുവ ഏർപ്പെടുന്നത്. ഏതാണ്ട് കാർഷിക വിളകൾക്ക് US കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 37.66 ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ. അപ്പോൾ സ്വാഭാവികമായും കർഷക താല്പര്യങ്ങൾ ബലി കഴിക്കുകയാണെന്ന ചോദ്യം ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ BJP-യുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. നിലവിൽ തന്നെ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ സമരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും തീരുവ അടക്കമുള്ള വിഷയങ്ങളിൽ ട്രംപിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. നാളെ ബജറ്റ് സമ്മേളനത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും. മറ്റു വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ വിഷയവും പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഭവ്യ.